ഒരു ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തൃപ്പൂണിത്തുറ ഏരൂരിൽ പിതാവിനെ ഉപേക്ഷിച്ച് മകൻ സമേതം യാത്ര പോയി. മകൻ അജിത്തും കുടുംബവുമാണ് കിടപ്പ് രോഗിയായ ഷൺമുഖനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ചത്. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്ന ഷൺമുഖന് വീടിന്റെ ഉടമയാണ് ഭക്ഷണവും വെള്ളവും നൽകുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ ഈ മകൻ എവിടെയാണ് പോയത്? ഈ പിതാവിന്റെ അവസ്ഥ എന്താണ്? ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? വിനീത, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ഷൺമുഖൻ എന്ന് പറയുന്ന വൃദ്ധനെ തനിച്ചാക്കിക്കൊണ്ട് ഇയാളുടെ മകനായ അജിത്തും കുടുംബവും ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത്. എരൂരിൽ ഏതാണ്ട് 10 മാസം മുമ്പാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചത്. പൂർണ്ണമായും കിടപ്പ് രോഗിയാണ് ഈ ഷൺമുഖൻ. പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ അദ്ദേഹത്തിന് ദൈനംദിന കാര്യങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ ഷൺമുഖന് 3 മക്കളാണ്. 2 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. മകനാണ് ഈ ഷൺമുഖനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വാടക വീട്ടിൽ നിന്ന് ഇയാൾ ഈ കുടുംബസമേതം ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ഭക്ഷണം പോലും ഉറപ്പുവരുത്താതെയാണ് ഇവിടെ നിന്ന് പോയത്. പിന്നീട് 24 മണിക്കൂറിലധികം ഇവിടെ ഇത്തരത്തിൽ ഈ വൃദ്ധൻ ഒറ്റക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടമയും ഈ പ്രദേശവാസികളുമാണ് ഈ കാര്യം പുറത്തെത്തിച്ചത്. തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്നു. അവരൊക്കെ തന്നെ എത്തി ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോലീസ് ഈ മകനെ വിളിച്ചപ്പോൾ പറയുന്നത് ഇയാൾ വേളാങ്കണ്ണിയിലാണ് ഉള്ളത് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 10 മാസം മുമ്പ് ഇയാൾ ഇവിടെ എത്തിയിരുന്നു. ഈ നാട്ടുകാരുമായി വലിയ അടുപ്പമൊന്നും തന്നെ അജിത്തിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതിന്റെ ഈ വീടിന്റെ ഉടമയടക്കം ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഈ അജിത്തും കുടുംബം ഇവിടുന്ന് പോകുന്നത്? എപ്പോഴാണ്, എന്താണ് സംഭവിച്ചത്? മിനിഞ്ഞാന്ന് രാത്രിയാണ് പോയതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പറയാതെയാണ് പോയേക്കണം. ഞങ്ങൾക്ക് താക്കോലും ഇതുവരെ തന്നിട്ടില്ല. ഇവരെ തമ്മിൽ കുറെ കാലമായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങൾക്ക് വാടക തരാണ്ട് താമസിക്കണത് കൊണ്ടുള്ള പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ അജിത്തും പെങ്ങന്മാരുമായിട്ട് അതും വേറെ പ്രശ്നമുണ്ട്. അതിന് അവര് തമ്മിൽ വേറെ കേസൊക്കെ ഉണ്ട്. കോടതിയിലും ഇതൊക്കെ ഇതുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിൽ അച്ഛനെ നോക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കോടതി ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് പെങ്ങന്മാര് കയറാനുള്ള സാങ്ഷൻ വരെയും കോടതി ഇടപെട്ടാണ് കൊടുത്തത്. അങ്ങനെ വിഷയങ്ങളുണ്ട്. ഈ 10 മാസം ഇവിടെ താമസിക്കുന്നു, ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഉടമയായ താങ്കളോട് പോലും പറയാതെയാണോ ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് എടുത്ത് പോയത്? രാത്രി ഇവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയെന്ന് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അറിയുന്നത്. എൻ്റെ വീട് വെണ്ണലായതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അടുത്തുള്ള വീട്ടുകാർ പറയണത്. ഇവിടെ 24 മണിക്കൂറായിട്ട് ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ട്. അതിനകത്ത് ആളുണ്ട്, ഭക്ഷണമൊന്നും കൊടുത്തു കാണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസുകാർ വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് തുറന്ന് ചെന്നപ്പോൾ അയാൾക്ക് പരവേശമായിട്ട് കിടക്കണേ. ഒരു 24 മണിക്കൂറായിട്ട് പച്ചവെള്ളം പോലും കഴിക്കാണ്ട് കിടക്കണം. പിന്നെ വെള്ളവും കഞ്ഞിയൊക്കെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്ത്. എന്നിട്ട് പെങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞ്. പക്ഷെ ഇതുവരെയായിട്ട് അവർ വന്നിട്ടില്ല. ആരും, മക്കളാരും വന്നിട്ടില്ല, പെൺമക്കളും വന്നിട്ടില്ല. ഈ അദ്ദേഹത്തിന് സംസാരിക്കാനോ മറ്റു ആളുകളോട് സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ? കഴിയില്ല അയാള് സൗണ്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഒന്നും തിരിയില്ല. സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് തന്നെ ഇരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട് പൂർണ്ണമായും പൂട്ടിയിട്ടാണ് ഇവിടുന്ന് പോയത്? വീടെല്ലാം അടച്ച് പൂട്ടിയാൽ പോയത്. താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഞങ്ങൾ താക്കോലിട്ട് പൂട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തുറക്കാഞ്ഞത്. പോലീസ് വന്നു കഴിഞ്ഞ് അത് തുറന്ന് നോക്കിയപ്പോഴും തുറയാനുണ്ടായില്ല. പക്ഷെ ഇത്തിരി ടൈറ്റുള്ള ഡോറായിരുന്നു. ചവിട്ടിയപ്പോൾ ഞാൻ തുറന്നു. ഇവിടുന്ന് എന്താണ് ഇയാളെ വിളിച്ചപ്പോൾ, ഈ മകനായ അജിത്തിനെ വിളിക്കുമ്പോൾ എന്താണ് അയാൾ പറയുന്നത്? അയാൾ ഇവിടെ സ്ഥലത്തില്ലാത്ത വേളാങ്കണ്ണിയിലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആള് പെങ്ങള് വന്ന് എല്ലാം ചെയ്തോളൂ എന്നും പറഞ്ഞാണ് പോണത്. പെങ്ങളെ വിളിക്കുമ്പോൾ പെങ്ങൾക്ക് വരാൻ പറ്റില്ല. അജിത്തിന്റെ ഭാര്യയും മക്കളുമാണ് ഇവിടെ കൂടെ? അജിത്തിന്റെ ഭാര്യയും മക്കളുമാണ്. ഭാര്യ ഇപ്പൊ തൊട്ട് 2 സ്റ്റെപ്പ് അപ്പുറത്ത് ഒരു വീട്ടിലുണ്ട്. പക്ഷെ അവരൊന്നും വന്നിട്ടില്ല ഇതുവരെ. നേരത്തെ നാട്ടുകാരും പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എപ്പോഴും പോലീസ് വരും ഇവിടെ. പോലീസ് എപ്പോഴും ഈ അച്ഛന്റെ കാര്യത്തിൽ പോലീസ് ഇടപെടാറുണ്ട്. കോടതിയിൽ കേസുണ്ട്. അവര് തമ്മിൽ ഉണ്ട്. വിനീത, അത്തരത്തിലാണ് ഈ സാഹചര്യം. അതായത് ഈ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടാണ് അജിത്തും കുടുംബവും ഇവിടുന്ന് പോയത്. TV അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷേ സ്വന്തം പിതാവിനെ ഇവിടെ തനിച്ചാക്കി, ഈ പിതാവിനെ അങ്ങോട്ട് കൊണ്ടുപോകാതെ പിതാവിനെ ഇവിടെ തനിച്ചാക്കി ഈ അജിത്തും കുടുംബവും കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ 10 മാസം മുമ്പാണ് ഇവർ ഈ വീട്ടിലേക്ക്, ഈ എരൂരിലുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. അതായത് അർജുൻ, അജിത്ത് മാത്രമല്ല മറ്റ് ഒരു മകൾ ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു. അവരും ഇദ്ദേഹത്തെ നോക്കാൻ തയ്യാറല്ല. കിടപ്പ്
രോഗിയായതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം അല്ലേ? തീർച്ചയായും അതെ. അതായത് ഷൺമുഖന് 3 മക്കളാണ്. ഒരു അജിത്തും മറ്റ് 2 പെൺമക്കളുമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഈ പെൺമക്കൾ മറ്റ് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. കാലങ്ങളായി ഷൺമുഖൻ ഈ അജിത്തിനൊപ്പമാണ്, അജിത്തിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ പല കാലങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ഈ ഉടമയും ഈ പ്രദേശവാസികളും പറയുന്നത്. നേരത്തെ തന്നെ പോലീസും കോടതിയും ഒക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. തന്റെ സഹോദരിമാർ അച്ഛനെ നോക്കട്ടെ എന്നൊരു നിലപാടിലായിരുന്നു അജിത്ത് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ ദാരുണമായ, വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിടപ്പ് രോഗിയായ അച്ഛനെ ഇവിടെ പൂർണ്ണമായും തനിച്ചാക്കി ഭക്ഷണം പോലും ഉറപ്പുവരുത്താതെ ഈ അജിത്തും കുടുംബവും ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം രാത്രി, മിനിഞ്ഞാന്ന് രാത്രിയാണ് അജിത്ത് ഇവിടെ നിന്ന് സാധനങ്ങൾ അടക്കം എടുത്തുകൊണ്ട് പോയത്. ആരോടും തന്നെ, ഉടമയോട് പോലും കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയാണ് ഇയാൾ ഇവിടെ നിന്ന് പോയത്. തുടർന്ന് പ്രദേശവാസികളാണ് ഇവിടെ ഈ വൃദ്ധൻ ഒറ്റയ്ക്ക് കഴിയുകയാണ്, കിടപ്പ് രോഗിയാണ്, ഭക്ഷണം പോലും ആരും നൽകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉടമയെ വിവരമറിയിക്കുകയും ഉടമ ഈ സ്ഥലത്തെത്തുകയും തുടർന്ന് ഈ വാതിൽ തുറന്ന് ഈ വൃദ്ധനെ രക്ഷിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ ഭക്ഷണം അർജുൻ, അതായത് അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും ഇവർ താമസം മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇവിടെ TV അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. സ്വന്തം പിതാവിനെ മാത്രം ഈ വാടക വീട്ടിൽ തനിച്ചാക്കി മറ്റെല്ലാ സാധനങ്ങളും എടുത്ത് അജിത്തും കുടുംബവും ഇവിടുന്ന് പോവുകയായിരുന്നു. നമുക്കിപ്പം തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ പോലീസുകാരടക്കമുണ്ട്. മാഡം, ഇത് നേരത്തെ പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് 3 മക്കളെയും വിളിച്ച് നമ്മൾ സംസാരിച്ചുള്ളതാണ്. അപ്പോൾ പെൺമക്കൾക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവരെ ഇവിടെ വീട്ടിൽ ഇദ്ദേഹം കയറ്റില്ലായിരുന്നു. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി അവർ തിരിച്ചു പോകാൻ, അവർ ജനൽ വഴിയൊക്കെയാണ് പിതാവിനെ കണ്ടുകൊണ്ടിരുന്നത്. അതായിരുന്നു കഴിഞ്ഞ ഈ 10 മാസം മുമ്പാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും കോടതിയൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? RDO കോടതിയിൽ പരാതി കൊടുത്തിരുന്നു ഇതേപോലെ പിതാവിനെ നോക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പം മക്കൾ 3 പേരും നോക്കണം എന്ന് തന്നെയാണ്, മാറി മാറി നോക്കണം എന്നാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 2 പെൺമക്കൾക്ക് വീട്ടിൽ കൊണ്ടുപോയി നിർത്താനുള്ള സാഹചര്യം. ഒരാൾ വാടക വീട്ടിൽ എന്തുവാണ് താമസിക്കുന്നത്, തൃശ്ശൂരാണ് താമസിക്കുന്നത്. അടുത്തുള്ള ഒരു ലേഡി ഈ പിതാവിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൈസ അവരുടെ കയ്യിൽ നിന്ന് മുടങ്ങി. ഇദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ പിതാവിൻ്റെ യാതൊരുവിധ കാര്യം, ചികിത്സ ഉൾപ്പെടെ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ ശേഷം ഇയാളെ ബന്ധപ്പെടാൻ പറ്റിയോ? ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ആള് ഒരു തവണ വിളിച്ചപ്പോൾ എന്തോ വാഗമൺ എന്തോ ആണെന്നാണ് പറഞ്ഞത്. വിനീത, ഇത്തരത്തിലുള്ള ചില ന്യായങ്ങളാണ് പറയുന്നത്. പോലീസുകാരടക്കം ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇയാൾ സഹകരിക്കുന്നില്ല. ഒരു തവണ വിളിച്ചപ്പോൾ ഇയാൾ സ്ഥലത്തില്ല, വാഗമണിലാണ്, വേളാങ്കണ്ണിയിലാണ് തുടങ്ങിയ ഉത്തരങ്ങളാണ് ഈ ഉടമയോടും പോലീസിനോടും ഒക്കെ തന്നെ പറഞ്ഞത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത്രയും പ്രായമായ കിടപ്പ് രോഗിയായ അച്ഛനെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വാടക വീട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് മകൻ അയാളുടെ സ്വന്തം കുടുംബത്തോടൊപ്പം ഇവിടുന്ന് സാധനങ്ങൾ അടക്കം എടുത്തുകൊണ്ട് ഇവിടുന്ന് കടന്നു കളയുന്നു. തുടർന്ന് പ്രദേശവാസികളും മറ്റും ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ രക്ഷിക്കുന്നത്. പോലീസ് അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തെ പ്രാഥമിക കാര്യങ്ങളടക്കം നിർവഹിക്കുന്ന തിരക്കിലാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യങ്ങളടക്കം തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ അധികൃതരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ യഥാർത്ഥ സ്ഥലം പൊന്നുരുന്നിയാണ് എന്നാണ് ഈ ഹൗസ് ഓണർ പറയുന്നത്. വീട്ടുടമസ്ഥനോട് പറഞ്ഞിരിക്കുന്നത് പൊന്നുരുന്നി സ്വദേശികളാണ് എന്നാണ് പറയുന്നത്. എന്നാലും 10 മാസം മുമ്പാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? സംസാരിക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് ഇപ്പോൾ വീട്ടുടമ പറയുന്നതായി മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അദ്ദേഹം പൂർണ്ണമായും കിടപ്പ് രോഗിയാണ്, കിടപ്പിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ആളുകളോട് കൃത്യമായി സംസാരിക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ട്. അതേസമയം തന്നെ ഭക്ഷണം ആരെങ്കിലും എടുത്തു കൊടുത്താൽ കഴിക്കാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത്തരത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മക്കളാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കുറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസ് പലതവണ ഇടപെട്ടിരുന്നു. മാത്രവുമല്ല ഈ കോടതി അടക്കം ഇടപെട്ടിരുന്നു. സഹോദരിമാർ അടക്കം നോക്കട്ടെ എന്ന ഒരു ഉത്തരമാണ് ഇയാൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്കൊപ്പം തൃപ്പൂണിത്തുറ നഗരസഭാ പ്രതിനിധികളുണ്ട്. എന്താണ് ഈ വിഷയം നേരത്തെ ശ്രദ്ധയപ്പെട്ടിരുന്നു? എൻ്റെ ശ്രദ്ധയിൽ ഒരാഴ്ച മുമ്പാണ് വിടുന്നത്. അപ്പോൾ ഈ ഇവിടെ വാടകയൊക്കെ കൊടുക്കാതെ താമസിക്കുകയായിരുന്നു. വാടക കുടിശ്ശികയുണ്ട്.
അപ്പോൾ ഹൗസ് ഓണർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഹൗസ് ഓണറോട് സംസാരിക്കാൻ വേണ്ടി ഇയാൾ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അച്ഛൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൗസ് ഓണറോട് പറഞ്ഞ് കിടപ്പ് രോഗി ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്, 2 ദിവസം കൊണ്ട് കൂടി നീടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറില്ല. അയാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ സഹോദരിമാർ വന്ന് കൊണ്ടുപോകും എന്നാണ്. പക്ഷേ സഹോദരിമാരും വരുന്നില്ല, ആരും വരുന്നില്ല. അപ്പം മിനിയാവുന്ന രാത്രി ഇവിടുന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പോയതായി അയൽവക്കത്തുകാർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ അച്ഛനെയും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് ഹൗസ് ഓണർ വന്നപ്പോഴത്തേക്കുമാണ് ഈ സ്ഥിതിയിൽ ഭക്ഷണം പോലും കൊടുക്കാതെ കിടക്കുന്നത്. അതായത് വ്യാഴാഴ്ച രാത്രി ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു പോകുന്നു. ഇന്നലെ പൂർണ്ണമായിട്ടും ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അറിയില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അറിയണത്, ഇങ്ങനെ ഈ പേഷ്യൻ്റ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. ആരോടും പറയാതെ, ഹൗസ് ഓണറോട് പോലും പറയാതെ അയാൾ പോവുകയാണ് ചെയ്തത്. അത് മനുഷ്യത്വരഹിതമായ സമീപനമാണ്. നേരത്തെ ഇതിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റാരെങ്കിലും ഇടപെടുകയും നാട്ടുകാരൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ എന്തെങ്കിലും? നാട്ടുകാർ പോലീസ് തന്നെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാരണവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പെങ്ങന്മാരൊക്കെ പരാതി കൊടുക്കുമ്പോൾ പോലീസ് സംരക്ഷണത്തോടുകൂടി വന്ന് പെങ്ങന്മാർ കാണുകയൊക്കെ ചെയ്യുന്ന നടപടികളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് മുമ്പിൽ എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ തുടർ ചികിത്സയും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നടക്കും. പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിന് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം സാമൂഹിക നീതി വകുപ്പൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ കിടക്കും. ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ കാര്യം പുറത്തറിഞ്ഞിട്ട് മറ്റ് സഹോദരിമാരടക്കം ആരും തന്നെ വന്നിട്ടില്ല. അയാൾ തന്നെ ടാക്സി ഡ്രൈവറാണല്ലോ. അപ്പോൾ അയാൾ ഇവിടെ ഓട്ടം പോയേക്കാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിനീത, എന്തായാലും ഇതാണ് സാഹചര്യം. ഇനിയിപ്പോൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാഥമിക കാര്യങ്ങളടക്കം ചെയ്യാൻ വേണ്ടി അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പോലീസുണ്ട്, നഗരസഭാ പ്രതിനിധികളുണ്ട്, മറ്റ് പൊതുപ്രവർത്തകരും ശരി, വലിയ ക്രൂരത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്വന്തം പിതാവിനെയാണ് ഇത്തരത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ പോയിരിക്കുന്നത്. കിടപ്പു രോഗിയായ അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും പോലും കിട്ടാത്ത സാഹചര്യമായിരുന്നു. വീട്ടുടമയാണ് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും നൽകുന്നത്. ഒപ്പം പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും നഗരസഭാംഗങ്ങളും ഒക്കെ പോലീസും ഒക്കെ എത്തിയത് ഒരു ആശ്വാസമാകുന്നു. സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് തൃപ്പൂണിത്തുറ ഏരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.